ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോ ഇതൊരു എന്താ പറയാ നെറ്റ്ഫ്ലിക്സിന്റെ ആ ഒരു ഡയർ ഡബിൾ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു തോട്ട് എല്ലാവരെ പോലെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ മെല്ലെ മെല്ലെ ഡെയർ ഡെവിളിന്റെ ആ ഒരു മറ്റൊരു സ്റ്റോറി ലൈനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മാജിക് തന്നെ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ സീസൺ 1 ഉണ്ടായി എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് പതിയെ പതിയെ ഇങ്ങനെ കത്തിക്കേറുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനും ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസും ആൻഡ് ഇമോഷണൽ ലെവലിൽ ഈ ഒരു സീസൺ തന്നെ അപ്രോച്ച് ചെയ്തതൊക്കെ വളരെ യുണീക്ക് ആയിട്ട് തന്നെ തോന്നി. പ്രത്യേകിച്ച് ഡെയർ ഡെവിൾ എന്ന് പറയുന്ന ഒരു വിജിലാൻറ്റി ക്യാരക്ടറിലേക്ക് അധികം ഫോക്കസ് ചെയ്യാതെ മാത്യു മേർഡോക്ക് എന്ന് പറയുന്ന ഒരു അറ്റോർണി ആൾക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് സിറ്റുവേഷൻസിനെയൊക്കെ ഫോക്കസ് ചെയ്തൊക്കെ വളരെ രസമായിട്ട് തോന്നി. രസം എന്നതിനേക്കാൾ കൂടുതൽ അത് വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ട് തോന്നി. കാരണം ഇതിന്റെ ആദ്യത്തെ 2 എപ്പിസോഡിൽ തന്നെ നമുക്ക് എന്തായാലും എല്ലാവരെ പോലും മൂവി നെറ്റ്ഫ്ലിക്സിന്റെ ഡയർ ഡെവിളിന്റെ ഒരു ലെവൽ ഉണ്ട്, ആ ലെവലിലേക്ക് ഇത് എത്തുമോ എന്നുള്ള ഒരു സാധാരണ ആ ഒരു തോട്ട് മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷെ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പതുക്കെ പതുക്കെ ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാനും ഈവൻ കാണാനിരിക്കുമ്പോൾ തന്നെ അതിലുണ്ടാകുന്ന പല അൺഎക്സ്പെക്ടഡ് സംഭവങ്ങളിലേക്ക് നമ്മുടെ ആ ഒരു ശ്രദ്ധ കൊണ്ടുവരാനും ഇതിന്റെ മേക്കേഴ്സിന് പറ്റി എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ആ ഒരു മാത്യു മർഡോക്ക് എന്ന് പറയുന്ന ഒരു അറ്റോർണി ഹാൻഡിൽ ചെയ്യുന്ന പല കേസുകൾ, അതിലൂടെ ആൾക്കുണ്ടാകുന്ന പല സംഭവങ്ങൾ അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ആൻഡ് വിൽസൺ ഫിസ്കിന്റെ ആ ഒരു ക്യാരക്ടർ തുടക്കത്തിലൊക്കെ അത്യാവശ്യം എന്താ പറയാ നമ്മൾ അതിൽ കണ്ടൊരു ടെറർ വില്ലനിൽ നിന്നും ജസ്റ്റ് ഒരു എന്താ പറയാ വളരെയധികം മാനസാന്തരപ്പെട്ട ഒരു ക്യാരക്ടറിലേക്കായി ആയിട്ടാണ് കാണിച്ചു തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. And അദ്ദേഹം ആ ഒരു വിൻസെന്റ് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ ഈവൻ വിൽസൺ ഫിസ്ക് എന്ന് പറയുന്ന ആ ഒരു കോമിക് ക്യാരക്ടറായിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ആ ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു സീസൺ 1. പ്രത്യേകിച്ച് ഇതിലുള്ള ചില മാനറിസംസ്, കാരണം ആ ഒരു എന്താ പറയാ ഒരു പെർട്ടിക്കുലർ സീക്വൻസിലൊക്കെ ആളുടെ ഒരു ഇരിപ്പും ഈവൻ ആളുടെ മുഖത്തിലുണ്ടാവുന്ന ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസും ആ ഒരു ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണോ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് നമ്മൾ എന്താ പറയാ പെർഫോമൻസിൽ കൊണ്ടുവരിക, ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഈവൻ ഒരു ക്യാരക്ടറായിട്ട് ലിവ് ചെയ്യാന്ന് പറയുമല്ലോ, ആ ഒരു ലെവൽ പെർഫോമൻസ് തന്നെയായിരുന്നു. എൻ്റെ ഇനി ഈ വരാൻ പോകുന്ന സ്പൈഡർമാൻ മൂവിയിൽ ആ ഒരു മെയിൻ ഫോക്കസ് കിങ് പിൻ ആവും എന്നുള്ള റൂമേഴ്സ് കേട്ടിരുന്നു. എൻ്റെ അങ്ങനെയാണെങ്കിൽ അതിനുള്ള എല്ലാ ബേസും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് സീസൺ 1 അവസാനിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ മുമ്പത്തെ ഇവനത്തെ 3 സീസൺ വരെയുള്ള നെറ്റ്ഫ്ലിക്സിന്റെ ഡയറബിളിൽ കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള മെൻഷനിങ്ങും ആൻഡ് എവിടെയും അധികം ആരെയും വിട്ടുപോകാതെ ആ ഒരു ക്യാരക്ടർ ലിങ്ക്സ് ഒന്നും എവിടെയും കളയാതെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യും എൻ്റെ ഓരോ ക്യാരക്ടേഴ്സിന്റെ അപ്പിയറൻസിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലുള്ള ആക്ഷൻ കൊറിയോഗ്രാഫി അതാണ് മറ്റൊരു കാര്യം. കാരണം ഡെയർ ഡെവിൾ സീരീസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്ഷൻ കൊറിയോഗ്രഫി. ആൻഡ് ഇപ്പോഴും നമുക്ക് പല ആക്ഷൻ സീക്വൻസുകൾ നെറ്റ്ഫ്ലിക്സിന്റെ ആ ഒരു സീരീസിൽ നമ്മൾ കണ്ടത് നമുക്ക് ഓർമ്മയുണ്ട്. ആൻഡ് ഇതിലേക്ക് വരുമ്പോഴും ആക്ഷൻ കൊറിയോഗ്രഫി എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിസ്നി ആയതുകൊണ്ട് അത്രത്തോളം ഒരു ബ്ലഡ് ഷെഡ് കാണിക്കുമോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ചില സംഭവങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ആ ഫൈനൽ എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും അവിടുത്തെ ഒരു പൊളിറ്റിക്സ് അതിനെയൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടും ഈവൻ ഒരു പൊളിറ്റീഷ്യൻസിന്റെ ഓരോരോ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പല സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടും ആൻഡ് അവരുടെ ആസ് എ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ഗിമ്മിക്സുകളും അതിനെയൊക്കെ തന്നെ വളരെയധികം കണ്ണിങ് ആയിട്ട് തന്നെ ഇതിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഒരു സാധിച്ചു. ആൻഡ് എന്തായാലും ഒരു വെൽ സെറ്റ് ആയിട്ടുള്ള ഒരു സീസൺ 1 തന്നെ അല്ലെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സീസൺ 1 തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചത്. എന്തായാലും ഒരിക്കലും ഇതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആർക്കും ഓഫർ ചെയ്യാതെ നല്ല രീതിയിലുള്ള ഒരു വ്യൂവേഴ്സ് എക്സ്പീരിയൻസ് ഓഫർ ചെയ്യാനായിട്ട് ഇതിന്റെ സീസൺ 1 സാധിച്ചിട്ടുണ്ട്. ആൻഡ് പ്രത്യേകിച്ച് ഒരാളെയും നമുക്ക് ഇതിലൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ ഒരു സീരീസിൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല എന്താ പറയാ ഒരു കത്തിക്കയറണ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് പല സീക്വൻസിലായാലും ശരി, ഈവൻ ആ ഒരു അമേരിക്കൻ ആ ഒരു ന്യൂയോർക്കിലെ പല സ്ട്രീറ്റ്സും ഈവൻ ഹെൽസ് കിച്ചൺ അങ്ങനെയുള്ള പല സ്ഥലങ്ങളെയൊക്കെ അതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അവര് ഓരോരോ സമയങ്ങളിൽ നേരിടുന്ന പല ക്രൂഷ്യൽ സിറ്റുവേഷൻസിനൊക്കെ യോജിച്ച രീതിയിലുള്ള ഫ്രെയിംസും അതുപോലെ തന്നെ പല ക്യാരക്ടേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടുള്ള പല ഷോട്ടുകളും അവര് അകപ്പെട്ടു പോകുന്ന ഒരു ഇമോഷണൽ ട്രോമയുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഡെയർ ഡെവിളിന്റെ ആ ഒരു ക്യാരക്ടറൊക്കെ കടന്നു പോകുന്ന ഒരുപാട് അവസ്ഥകളെയൊക്കെ ആ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു സൈഡിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് ആസ് എ ഒരു വൾണറബിൾ ആണ് ഈ ഒരു ക്യാരക്ടറും എന്ന് നമ്മളെ കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു. എന്തായാലും
തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഒരിക്കലും ഡിസപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാത്ത നല്ലൊരു സീസൺ 1 ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ് 2026 ഇനി നെക്സ്റ്റ് സീസൺ റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ പറ്റുന്നത്. എന്തായാലും നല്ലൊരു കിഡിലൻ സീസൺ 2 തന്നെ ആവട്ടെ. കുറെ അൺഎക്സ്പെക്ടഡ് ക്യാമിയോസും നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. സീസൺ 1 കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.